എസ് നിഷ ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് പലരും അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു. അതിന് സമീപത്തായി ഒരു വലിയ നീണ്ട നിര തന്നെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വരി നിന്നുകൊണ്ട് ദർബാർ ഹാളിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 2 മണിവരെയാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം. ഒരുപക്ഷെ ആളുകളുടെ ബാഹുല്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ വിലാപയാത്രയ്ക്ക് ഉള്ള വാഹനങ്ങളൊക്കെ അവിടെ ഒരുക്കി കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ജോസഫ് സി മാത്യു അദ്ദേഹത്തിന്റെ IT ഉപദേശകനായിരുന്നു VS സർക്കാരിൽ. അദ്ദേഹം മറ്റാളുകൾ പലരും അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടും അദ്ദേഹത്തിന്റെ സമരമുഖത്തെയൊക്കെ അനുസ്മരിച്ചപ്പോൾ അദ്ദേഹം എന്ന ഭരണകർത്താവിന്റെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ചില മുഖങ്ങൾ കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം VS അച്യുതാനന്ദൻ 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ IT വികസനത്തിന് നൽകിയ ഊന്നൽ പല എഡ്യൂക്കേഷണൽ എക്സ്പേർട്സും പോലും പറയാത്ത കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഒരു നേതാവിന്റെ കാഴ്ചപ്പാട് കൂടിയാണ് അത് വ്യക്തമാക്കുന്നത്. ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിമിതിയാകുന്നില്ല ഒരു നേതാവിന്. ആ പരിമിതികളൊക്കെ മറികടന്ന ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുകയായിരുന്നു. മാത്രമല്ല കാഴ്ച വൈകല്യമുള്ള ആളുകൾക്കായി അദ്ദേഹം ഉണ്ടാക്കിയ കാര്യങ്ങൾ, അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം എത്ര ശ്രദ്ധാലുവായിരുന്നു. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ അത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏതൊക്കെ തരത്തിൽ അത് ഉപയോഗപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ കൂടിയായിരുന്നു ജോസഫ് സി മാത്യു പങ്കുവച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് VS അച്യുതാനന്ദനെ കുറിച്ച് പറയാൻ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി, ഒരു ഭരണാധികാരി എന്നതിലുപരി, ഒരു നല്ല മനുഷ്യൻ എന്നതിലുപരി, ഒരു അച്ഛൻ എന്നതിലുപരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ VSനെ പറ്റി പറഞ്ഞു പോവുകയാണ്. വാക്കുകൾ കൊണ്ട് കോറിയിടുകയാണ് VSനെ പലരും. നിരവധി ആളുകളുടെ എപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാം. ദർബാർ ഹാളിൽ ഇപ്പോഴും വലിയൊരു ആൾക്കൂട്ടമാണ്. കാരണം VSനെ കണ്ട് മടങ്ങാനെത്തുന്ന ആളുകൾ അവരിങ്ങനെ അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ ക്യൂ ഇപ്പോഴും ഒഴിയാതെ തന്നെ നിൽക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. പൊതു അവധി കൂടിയാണ്. ധാരാളം ആളുകൾ, അത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മാത്രമല്ല, സാധാരണക്കാരായ നിരവധി ആളുകൾ കൂടി അദ്ദേഹത്തെ കാണാനായി അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. സമരസഖാവിന് അന്തിമാഭിവാദ്യം അർപ്പിക്കാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വിട നൽകാനുമായി ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ. RB സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടു ഒരുപാട് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു നിലവിൽ പൊതുദർശനം? പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. സാധാരണക്കാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക മത രംഗത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എല്ലാം തന്നെ ദർബാർ ഹാളിലെത്തി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഗവർണർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അതുപോലെ വ്യവസായ പ്രമുഖരായിട്ടുള്ള MA യൂസഫ് അലി എത്തിയിട്ടുണ്ട്. മന്ത്രിമാർ, അതേപോലെ MLA മാർ, സ്പീക്കർ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ എത്തി VSന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് VSനെ പറ്റി പറയുന്നത് കേട്ടാൽ അദ്ദേഹം എത്രത്തോളം വലിയൊരു മനുഷ്യനായിരുന്നു. ആ ചെറിയ ശരീരത്തിൽ ഉള്ള വലിയ മനസ്സിൽ ജീവിച്ച വലിയ മനുഷ്യൻ. VSന്റെ 2 അക്ഷരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തികൾ എന്ന് പറയേണ്ടി വരും. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞത്. BJP നേതാവ് O രാജഗോപാൽ ദർബാർ ഹാളിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ VSനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ ഈ അനുസ്മരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. VS ഒരു രാഷ്ട്രീയ പാഠമെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കാരണം വരും തലമുറയ്ക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിച്ചെടുക്കേണ്ടത്. എങ്ങനെയായിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ, ഏതൊക്കെ രംഗത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വേണം ഒരു രാഷ്ട്രീയ നേതാവ് വളരേണ്ടത്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ഒരിക്കലും കണ്ടില്ല നടിക്കാൻ പാടില്ല. അദ്ദേഹം നയിച്ച പോരാട്ടങ്ങളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വളർന്നു വന്ന ഏറ്റവും വലിയ നേതാവ്, ആ നേതാവിനെ പോലെ മറ്റൊരു നേതാവ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സാധാ ജനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ എല്ലാവരും അതേ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടേക്കുള്ള ജനപ്രവാഹം നിലച്ചിട്ടില്ല. വലിയ ആൾക്കൂട്ടം ഇപ്പോഴും ഉണ്ട്. പോലീസ് കൃത്യമായിട്ട് തന്നെ ഈ 2 വശത്തോടു കൂടിയും സാധാരണക്കാരെ ഈ പൊതുദർശനത്തിന് വേണ്ടി കയറ്റുന്നുണ്ട്. അതേപോലെ ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ
രാഷ്ട്രീയ പ്രമുഖരും മറ്റുള്ളവരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തിനെ വന്ന് കണ്ട് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ അതേപോലെ തന്നെ ശിവഗിരി മഠത്തു നിന്നുള്ളവർ എത്തിയിരുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ബസീലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബ എത്തിയിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ദർബാർ ഹാളിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എത്രമാത്രം വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ എത്തുന്നത്. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ എല്ലാവരും എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് AK ആന്റണി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി AKG ഹാളിൽ എത്തിയിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം 3 തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. 2 തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് AK ആന്റണി. അതുകൊണ്ട് AK ആന്റണിക്ക് ഒരിക്കലും PS-നെ കാണാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം കുറച്ച് നാളായിട്ട് വിശ്രമത്തിലേക്കാണ്. വലിയ പരിപാടികളൊന്നും തന്നെ അങ്ങനെ പങ്കെടുക്കാറില്ല. പക്ഷേ ആ സമയത്ത് നേരത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അന്ത്യം ഉണ്ടായപ്പോൾ AK ആന്റണി വന്നിരുന്നു. അതേപോലെ സമാനമായിട്ട് PS-നെയും അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ AK ആന്റണി ഇന്നലെ വന്ന് കണ്ടിരുന്നു. ഇന്നിപ്പോൾ KPCC നിന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതേപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇവിടെ എത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയമല്ല വിഷയം, അതേ VS എന്ന 2 അക്ഷരം, ആ VS എന്ന ആ ശക്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം, ആ ഒരു സമര തീക്ഷ്ണത, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷം അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി നാനാ തുറകളിൽ നിന്നുള്ളവരും ഇവിടെ ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാനാ തുറകളിലുള്ള ആളുകൾ ദർബാർ ഹാളിലേക്ക് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖ നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. ഒരുപക്ഷെ കേവലം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എന്ന ലേബലിൽ മാത്രമല്ല പൊതുജനങ്ങൾക്ക് VS അച്യുതാനന്ദൻ എന്ന 2 അക്ഷരവുമായുള്ള ആത്മബന്ധം, മറിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട, പാർട്ടിക്ക് അതീതമായി പ്രവർത്തിച്ച ഒരു ജനകീയനായ നേതാവ് എന്നുള്ളത് കൂടിയാണ്. അത്തരം ഓർമ്മകൾ തന്നെയാണ് സാധാരണക്കാരായ പലരും ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് പാർട്ടിയിൽ വിഭാഗീയതയുടെ ക്യാപ്റ്റനാണ്, വെട്ടിനിരത്തലിന്റെ ക്യാപ്റ്റനാണ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന VS അച്യുതാനന്ദന്റെ പ്രതിച്ഛായ ഒരു കാൽനൂറ്റാണ്ടിനപ്പുറമാണ് വളരെ പെട്ടെന്ന് മാറി മറയുന്നതും ജനകീയനായ നേതാവായി അദ്ദേഹം മാറുന്നതും. പുറമെ കാണുന്ന കാർക്കശ്യമായ രൂപങ്ങൾ അല്ലെങ്കിൽ പ്രകടമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ സാധാരണക്കാരനായ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ വളരെ വേഗമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. 2006 പാർട്ടി സീറ്റ് നിഷേധിച്ച സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് VS അവിടെ മത്സരിക്കാനായി എത്തുന്നത്. അതൊരു ജനകീയ സമ്മർദ്ദം, അത് പാർട്ടിയെ കൂടെ സമ്മർദ്ദത്തിലാക്കിയ ഒരു സാഹചര്യമൊക്കെ അന്ന് നിലനിന്നുണ്ടായിരുന്നു. അന്ന് തന്നെ മനസ്സിലാക്കിയതാണ് VS എന്നത് എത്രത്തോളം ജനകീയനാണ്, എത്രത്തോളം ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന നേതാവാണെന്ന്. ഇപ്പോൾ VS വിടവാങ്ങുന്ന അവസ്ഥയിൽ പോലും നമുക്കറിയാം കണ്ണ് നിറഞ്ഞുകൊണ്ട്, ചങ്കിടറിക്കൊണ്ട് പലരും സംസാരിക്കുകയാണ്. പലരും അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്, വേദനകൾ പങ്കുവെക്കുകയാണ്. പലർക്കും VS എന്നത് വളരെ കുടുംബത്തിലെ അടുത്ത ആളെ പോലെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ആ വേർപാടിൻ്റെ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളെ കൂടി കാണുകയാണ്. അങ്ങനെ ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത് കേരളത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളാണ്. അദ്ദേഹത്തെ അവസാനമായി കാണാനും അഭിവാദ്യം അർപ്പിക്കാനും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ലാൽ സലാം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടം എന്ന ക്ലീശയായ വാക്കിനപ്പുറത്തേക്ക് പല അർത്ഥതലങ്ങൾ കൂടി ഇന്ന് VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളത് കൂടിയാണ്. നമുക്കറിയാം, അതാ അഭിവാദ്യം അർപ്പിച്ചു പോകുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ VSന് മരണമില്ല. അത് തന്നെയാണ് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇന്നിലേക്ക് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ പലതും മനസ്സ് തൊടുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. കണ്ണേ കരളേ VS എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു നേതാവിനെ നമുക്ക് ആ വാക്കുകളുമായി ചേർത്ത് സങ്കല്പിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അത് കേവലം പ്രാസമൊപ്പിച്ച വാക്കുകളുടെ അർത്ഥം മാത്രമല്ല. ഒരു ജനകീയനായ നേതാവ്, ജനങ്ങളുടെ ഹൃദയത്തിലിടം നേടിയ നേതാവ് എത്ര കണ്ട് പ്രിയപ്പെട്ടവനാണ് അവർക്ക് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണത് വ്യക്തമായി കാണുന്നത്.
എൻ്റെ മൈക്കിങ് എന്നാണ്